ഹലോ ഗൈസ്, എല്ലാവരും ആഫ്റ്റർ എ ലോങ് ഡേ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയോട് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഓഗസ്റ്റ് 21. ഓക്കെ ഗൈസ്, ഇന്ന് ഓഗസ്റ്റ് 21 പോക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇല്ലേ ഗൈസ്, പോക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ഫോൺ റിലീസ് ചെയ്യാനുണ്ട്. ഓക്കെ, വേറെ ഒന്നുമല്ല, പോക്കോ M8X5G. ഓക്കെ, അതാണ് ഇന്ന് റിലീസ് ചെയ്യണത്. ആ ഫോൺ ഇന്ന് റിലീസ് ചെയ്യും, പക്ഷേ ഈ ഫോണിന്റെ സെയിൽസ് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 27. ഓക്കെ, അപ്പൊ ഈ ഫോണിനെ പറ്റിയുള്ള ഫീച്ചേഴ്സും പിന്നെ എന്റെ ഒപ്പീനിയനാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒട്ടും സമയം കളയാണ്ട് നേരെ നമ്മൾ വീഡിയോ കമോൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ്, പോക്കോ M8X5Gന്റെ ഫീച്ചേഴ്സിലോട്ട് കടക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, ഈ ഫോണിൽ എന്തെങ്കിലും ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 6.9 ഇഞ്ചിന്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഗൈസ്. ഓക്കെ, HD ആണ് ഡിസ്പ്ലേ, HD+ IPS LCD ഡിസ്പ്ലേ. ഓക്കെ, ഒരു നോർമൽ ഡിസ്പ്ലേയുടെ ഞാൻ ഇതിനെ കണക്ക് കൂട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ മിക്ക ഫോണുകളിലും AMOLED LTPO ഡിസ്പ്ലേക്കാണ് വന്നത്. അപ്പോഴാണ് അവർ HD+ LCD ഡിസ്പ്ലേ കൊണ്ടുവന്നേക്കണത്. ഓക്കെ, ഒരു നോർമൽ യുണൈറ്റഡ് നോർമൽ ഡിസ്പ്ലേ എന്ന് ഞാൻ ഈ ഫോണിന്റെ ഡിസ്പ്ലേ പറയുള്ളൂ. പിന്നെ 6.9 ഇഞ്ചാണ് വലിയ ഡിസ്പ്ലേയിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസും ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഡിസ്പ്ലേ ഷോക്ക് പോയി പോയിട്ടാ, അത് പഴയ ഡിസ്പ്ലേ പോയി AMOLED ഒക്കെ കൊടുക്കായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല, പോക്കോയോട് ചോദിക്കേണ്ടിരും. ഓക്കെ, അതാണ് ഗൈസ് ഈ ഫോണിന്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ. പിന്നെ ഗൈസ് ഈ ഫോൺ എങ്ങനെ റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എല്ലാ ഫോണുകളും അല്ല പോലെ തന്നെ 120 ഹെർട്സ് ആണ് ഗൈസ് ഈ ഫോൺ എങ്ങനെ റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് ബേസിക്കലി എല്ലാ ഫോണുകളും സെയിം ആണല്ലോ ഗൈസ്. ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ചു, കാരണം പുതിയ ഫോണായിട്ട് ഒരു 144 ഒക്കെ ഞാൻ പ്രതീക്ഷിച്ച്, എന്നാലും എല്ലാവരും എൻ്റെ പ്രതീക്ഷകൾ തകിടം മറിച്ചു ഗൈസ്. ഓക്കെ, എനിക്കൊന്നും പറയാനില്ല. റിഫ്രഷ് റേറ്റ് കഴിഞ്ഞു, ഇനി മൂന്നാമത്തെ വിടുവാൻ ഗൈസ്. ഈ ഫോൺ വന്നേക്കണം പ്രൊസസർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒക്ടാ കോർ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 4 Gen 5 ചിപ്സെറ്റ് ആണ് ഗൈസ്. ഓക്കെ, സ്നാപ്ഡ്രാഗൺ 4 Gen 5 ചിപ്സെറ്റ് ആണ് ഈ ഫോണിൽ വന്നേക്കണം പറഞ്ഞാൽ. അതും ഒരു ഓക്കെയാണ്, ഭയങ്കര പവർഫുൾ ചിപ്സെറ്റ് ആയിട്ടൊന്നും ഞാൻ ഇതിനെ കണക്കൂട്ടുന്നില്ല. ഭയങ്കര പവർഫുൾ ഒന്നും ഞാൻ ഒരിക്കലും കണക്കൂട്ടില്ല. ഒരു നോർമൽ ചിപ്സെറ്റ് കണക്കൂട്ടുള്ളൂ. നോർമൽ ഫോണൊക്കെ തന്നെ ഇപ്പം മിക്ക ഫോണുകളെയും ഈ 4 Gen 5 ചിപ്സെറ്റൊക്കെയാണ് സ്നാപ്ഡ്രാഗണിന്റെ വരുന്നത്. ഓക്കെ, ഒരു നോർമൽ ചിപ്സെറ്റ് ഞാൻ ഈ ചിപ്സെറ്റിനെ ഞാൻ കണക്കൂട്ടുള്ളൂ. ഭയങ്കര അടിപൊളി പ്രൊസസറൊന്നും ഞാൻ ഈ ഫോണിന്റെ ചിപ്സെറ്റ് ഞാൻ പറയത്തില്ല. ഓക്കെ, പിന്നെ ഗൈസ് പ്രൊസസർ കഴിഞ്ഞു. പിന്നെ ഗൈസ് ഈ ഫോണിന്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഫോണിൽ വന്നേക്കണം മെമ്മറി ആൻഡ് സ്റ്റോറേജ് ആണ് ഗൈസ്. ഈ ഫോണിൽ വന്നേക്കണം മെമ്മറി ആൻഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, 2 ടൈപ്പ് വേരിയന്റ് ഉണ്ട്. 4GB റാമിന്റെ ഉണ്ട്, 6GB റാമിന്റെ ഉണ്ട്. ഓക്കെ, 4GB 6GB ആണ് റാം വരുന്നത്. പിന്നെ 128GB ആണ് ഇതിന്റെ ഇന്റേണൽ സ്റ്റോറേജ് വരുന്നത്. ഓക്കെ, അതൊക്കെയാണ് മെമ്മറി ആൻഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഗൈസ് ഈ ഫോണിൽ വന്നേക്കണം ബാറ്ററി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ബാറ്ററി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, 7900 mAh ഒരു കിടിലൻ ബാറ്ററിയാണ് വന്നേക്കുന്നത്. ഓക്കെ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, അടിപൊളിയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, ബാറ്ററി പൊളിച്ചിട്ടുണ്ട്, എനിക്കൊന്നും പറയാനുള്ള അടിപൊളി. ഓക്കെ, അത് പറയുന്ന നല്ല കാര്യം തന്നെ. പിന്നെ ഗൈസ് ബാറ്ററി കഴിഞ്ഞാൽ ഈ ഫോണിന്റെ ചാർജിങ് ആണ് ഗൈസ്. ചാർജിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഈ ഫോൺ വന്നേക്കുന്നത്. 45 വാട്ട്. ഇപ്പൊ എല്ലാ ഫോണുകളും 100 വാട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. എന്ത് പറ്റി 45 വാട്ട് ശോകമാണ്. ശോകം എന്ന് പറഞ്ഞാൽ മറ്റേ ഞാൻ ഇന്ന് തന്നെ ഞാൻ മറ്റേ മൈക്രോമാക്സിന്റെ ഫോണിട്ടത് അത് 10 വാട്ടാണ്. അത് ശോകം എന്ന് പറയാൻ ശോകമോകം. ഇത് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് തന്നെ ഡിസപ്പോയിന്റ്മെന്റ് ആക്കി, കാരണം 45 വാട്ടേ ഉള്ളൂ. ഇപ്പൊ മിക്ക ഫോൺ ചാർജർ 100 വാട്ടൊക്കെ കൊടുക്കണം. 100 വാട്ട് കൊടുക്കായിരുന്നു. എന്റെ ഇതും ചെറുതായിട്ട് ഡിസപ്പോയിന്റഡ് ആക്കി. അതായത് മറ്റേതിന് അത്ര വരില്ല കേട്ടോ സുഹൃത്തുക്കളെ, മറ്റേതിന് അത്ര വരത്തില്ല. എന്നാലും ഇതിനെ ഡിസപ്പോയിന്റഡ് ആക്കി. 45 വാട്ടേ ഉള്ളൂ, ഒരു 50 വാട്ടേ കൊടുക്കായിരുന്നു സുഹൃത്തുക്കളെ. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഒരു ദിവസം ഇങ്ങനെ കുത്തിയിരുന്നു ഫുൾ ചാർജ് ആവാനായിട്ട്. ഓക്കെ, 45 വാട്ടാണ് ഫാസ്റ്റ് ചാർജിങ് വന്നത്. പിന്നെ 2 TB മൈക്രോ SD കാർഡിന്റെ സ്ലോട്ട് ഈ ഫോണിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ്. പിന്നെ എന്തായിരുന്നു, പിന്നെ ചാർജിങ് പറഞ്ഞല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ക്യാമറയാണ്. ക്യാമറ എന്ന് പറഞ്ഞാൽ 50 MP ഒരു മെയിൻ പ്രൈമറി റെയർ ക്യാമറ ആണ്. ഓക്കെ, 50 MP മെയിൻ പ്രൈമറി റെയർ ക്യാമറയാണ്. അത് അടിപൊളിയാണ്. നല്ല രീതിയിൽ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. അത് ഞാൻ ഷുവർ ആണ് ഞാൻ പറയുന്നത്. ഒരു നല്ല രീതിയിൽ എടുക്കാൻ പറ്റും ഗൈസ്. അത് ഞാൻ തരുന്ന വാക്കാണ്, നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. പിന്നെ അൾട്രാ വൈഡ് ഫോണിൽ വന്നില്ല കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. അൾട്രാ വൈഡ് ഫോണിൽ വന്നേ ഇല്ല. പിന്നെ അത് മാത്രമല്ല, ഫ്രണ്ട് സെൽഫി ക്യാമറ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഷൂട്ടർ ക്യാമില്ലേ, ഫ്രണ്ട് സെൽഫി ക്യാമറ അത് തന്നെ എന്ന് പറഞ്ഞാൽ 8 MP ആണ്. 8 MP ഫ്രണ്ട് സെൽഫി ക്യാമറ ഉണ്ട് ഗൈസ് ഈ ഫോണിൽ വന്നത്. ഓക്കെ, അതാണ് ഗൈസ് ഫ്രണ്ട് സെൽഫി ക്യാമറയെ പറയാനുള്ളത്. പിന്നെ ഗൈസ് ഈ ഫോണിൽ നേരം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എല്ലാ ഫോണുകളും അല്ല പോലെ തന്നെ Android 16 ആണ്. Android 16 വിത്ത് Xiaomi HyperOS 3. ഓക്കെ, അതാണ് ഗൈസ് ഈ ഫോണിൽ നേരം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ,
അതൊക്കെയാണ് ഗൈസ് ഈ ഫോണിൻ്റെ മെയിൻ ഓഫ് ദ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഈ ഫോണിൽ ഞാൻ കണ്ടത്. പിന്നെ ഗൈസ് ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൽ മോഡേൺ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളിലും ഇപ്പം ഒന്നിലും ഹെഡ്ഫോൺ ജാക്ക് വന്നില്ല. പക്ഷേ ഈ പോക്കോൻ്റെ M8X 5G ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. അതിനൊരു ബിഗ് ക്ലാപ്പ് കൊടുക്കണം ഗൈസ്. ബിഗ് ക്ലാപ്പ് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മോഡേൺ ഫോണുകൾക്കൊന്നും ഹെഡ്ഫോൺ ജാക്ക് വന്നില്ല, പക്ഷെ ഇതിന് വന്നിട്ടുണ്ട്. അതിനൊരു ബിഗ് ക്ലാപ്പ് താങ്ക് യു ഫോർ പോക്കോ. ഓക്കെ, അത് കൊടുത്തിരിക്കണം ഗൈസ്. കാരണം ഇപ്പോഴത്തെ ഒരു ഫോണുകൾ വന്നില്ല. ഇത് കൊണ്ടുവന്നതിന് വളരെ നന്ദി ഏറെപ്പെടുന്നു. ഓക്കെ ഗൈസ്, അതാണ് 3.5 mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിന്റ്, ഫേസ് ID എല്ലാം ഉണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ ഗൈസ് ഈ ഫോണിൻ്റെ അവസാനം നിങ്ങൾ എല്ലാവരും കേൾക്കാൻ നിൽക്കണമെങ്കിൽ ഈ ഫോണിൻ്റെ വില എത്രയാണ് ഗൈസ്? ഈ ഫോണിൻ്റെ വില എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, 4GB RAM 128 ഇന്ത്യൻ സ്റ്റോറേജിൻ്റെ വാരൻറ്റി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വിലയാണ് 20,000. ഓക്കെ, 20,999 റുപ്പീസാണ്. ഓക്കെ, എന്ന് വെച്ചാൽ 21,000 രൂപ, ഒരു വ്യത്യാസമുള്ളൂ. പിന്നെ ഗൈസ് 4GB ഉണ്ട്. പിന്നെ 6GB വേരിയന്റ് വന്നില്ല. 6GB റാം 127GB ഇന്ത്യൻ സ്റ്റോറേജിന്റെ വാരന്റ് നിങ്ങൾ എടുക്കണമെങ്കിൽ അതിന്റെ വില എന്ന് പറഞ്ഞാൽ 22,000 രൂപയാണ്. 22,999 രൂപ എന്ന് പറഞ്ഞത്. ഓക്കെ, രണ്ട് ടൈപ്പിലെ വാരന്റിലാണ് ഗൈസ് ഫോൺ എന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെ വെച്ചാൽ ബേസിക്കലി ഈ ഫോൺ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടിപൊളി ഫോണാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. പിന്നെ നല്ല പ്രൊസസ്സർ ആയിക്കോട്ടെ, എല്ലാം നല്ല ബാറ്ററി ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയാണ്. പിന്നെ ആകെ ശോകമോകി കളഞ്ഞത് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ബാറ്ററി ചാർജിങ് ആണ്. ഓക്കെ, ബാറ്ററി അല്ല, ചാർജിങ് എന്നെ ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആക്കി കളഞ്ഞു ഗൈസ്. ഓക്കെ, 45 വാട്ട് അതിന് ഭയങ്കര വിഷമമായി കളഞ്ഞു. പോക്കോ ബാറ്ററിയുടെ കാര്യത്തിൽ എന്തായാലും നല്ലൊരു നടപടി എടുത്തേ പറ്റൂ. അതെനിക്ക് പറയാനുള്ളത് ഗൈസ്, നല്ലൊരു നടപടി എടുക്കാം ഗൈസ്. കാരണം ചാർജറിന്റെ വാട്ടൊക്കെ കൂട്ടണം. കാരണം ഇപ്പൊ എല്ലാ ഫോണുകൾക്കും 100 വാട്ടൊക്കെ കൊടുക്കണം. അപ്പൊ പോക്കോ ആയിട്ട് നാണൂല്ലേ? ഇനി അങ്ങോട്ട് പുതിയ ഫോൺ ഇറക്കുമ്പോൾ നല്ല ചാർജർ തന്നെ കൊടുക്കണം. ഓക്കെ, മൈക്രോമാക്സ് എനിക്ക് പറയാനില്ല, അത് 10 വാട്ടിൽ അവിടെ കിടന്നോളൂ. അതിന് ഇനി വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ നിങ്ങൾ ഇനി ചാർജർ നല്ല കീഴിലെ കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടി പൂട്ടിയിട്ട് വീട്ടിൽ പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ ഫോണിനെ പറ്റി വെച്ചാൽ ഒരു ബേസിക് കീഴിലെ ഫോണാണ്, ഡെയിലി യൂസിന് പറയുന്ന ഒരു കീഴിലെ ഫോണാണ് ഞാൻ ഈ ഫോൺ പറയുള്ളൂ. അടിപൊളി ഫോണാണ് എന്ന് വെച്ചാൽ എനിക്ക് ബേസിക്കലി എല്ലാ ഫോൺ ഇതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് വാങ്ങിയത് ഉപയോഗിച്ച് നിങ്ങളെ കാണിക്കാനുള്ള പൈസ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കാണിക്കുള്ളൂ ഗൈസ്. ഡിസ്പ്ലേ ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുള്ളൂ. ഓക്കെ, അല്ലാണ്ട് എനിക്ക് കൈ പിടിച്ചെന്ന് വരാൻ എൻ്റെ പൈസ ഇല്ല ഗൈസ്. ഞാനൊരു ഇതാണ് ഗൈസ്, എന്താണെന്ന് അറിയും, പിച്ചക്കാരനാണ് ഗൈസ്, എൻ്റെ പൈസ ഇല്ല. ഓക്കെ, അതാണ് ഇഷ്ടമില്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബ് പൈസ തരും. അപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഇങ്ങനെ കാണിക്കാം ഗൈസ്, റിവ്യൂ കാണിക്കാം. അപ്പോൾ ഗൈസ് ഇവിടെ ഇത്രയുള്ളൂ ഈ ഫോണിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വന്നത്. ഈ ഫോൺ ഇന്ന് ഇറങ്ങുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഇടാന്ന് എഴുതിയത്. ഇന്നലെ ഇറങ്ങുന്ന സംശയം കുറച്ച് എഡിറ്റിംഗ് പ്രോസസ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് പറ്റുമെങ്കിൽ മാക്സിമം ഇന്നലെ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് ഇവിടെ ഇത്രയുള്ളൂ. അപ്പോൾ ഈ ഡെയിലി യൂസിന് ആരെങ്കിലും ഈ ഫോൺ നോക്കണമെങ്കിൽ, ഡെയിലി യൂസിന് വേണ്ടി ഒരു ഫോൺ നിങ്ങൾ നോക്കണമെങ്കിൽ ഒരു 20K ബഡ്ജറ്റൊക്കെ നോക്കണമെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് തന്നെയാണ് അടിപൊളി ഫോൺ തന്നെയാണ്. എല്ലാം അടിപൊളി തന്നെയാണ്. പിന്നെ ചാർജിങ്ങിന് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഒരു ദിവസം പുതിയ ഫുൾ ചാർജ് ആകുന്നു തോന്നുന്നത്. അപ്പോൾ ഗൈസ് ഒരു ബേസിക് നോർമൽ ഡെയിലി യൂസ് പറ്റിയുള്ള ഒരു ബെസ്റ്റ് ഫോണായിട്ട് ഞാൻ ഈ ഫോൺ അറിയപ്പെടുള്ളൂ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ വീണ്ടും വരെയൊക്കെ ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്, ബൈ.